വെൽക്കം ടു മഞ്ജുമ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശരിക്കുള്ള എല്ലാവരും ചോദിച്ചിട്ടുണ്ട് ശരിക്കുള്ള യൂട്യൂബ് ചാനലിൻ്റെ പേര് എന്തൊക്കെ ആശ്രയിച്ചിട്ടുണ്ട്. ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ സ്കൂൾ ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. സോ അപ്പോൾ എല്ലാവരും ചോദിച്ചിട്ടുണ്ട് എൻ്റെ ഹെയറിൻ്റെ സീക്രട്ട് എന്താ, മേക്കപ്പ് സീക്രട്ട് എന്താ, അപ്പോൾ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാം. അതിനുള്ള സ്ഥലങ്ങൾക്ക് പോകാം. അപ്പോൾ ഗൈസ് നമ്മുടെ പ്രൊഡക്റ്റ്സൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ ഓരോ പ്രൊഡക്റ്റ്സായിട്ട് കാണിച്ചുതരാം. എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത് കാണിച്ചുതരാം. ഫസ്റ്റ് ഹെയർ പ്രൊഡക്റ്റ്സ് ആണ്. ഹെയർ പ്രൊഡക്ട്സ് എന്ന് പറയുമ്പോൾ ഒത്തിരി പ്രൊഡക്ട്സ് ഒന്നുമില്ല. എനിക്ക് അങ്ങനെ 2 ഹെയർ പ്രൊഡക്ട്സേ ഉള്ളൂ. ഒന്ന് നമ്മളുടെ പതഞ്ജലിയുടെ ഹെയർ കണ്ടീഷണർ. ഇത് ഒരു അടിപൊളി ഹെയർ കണ്ടീഷണറാണ്. സൂപ്പർ ഹെയർ കണ്ടീഷണറാണ്. സൂപ്പർ ആൻഡ് ഡൂപ്പറാണ് കേട്ടോ. നല്ല സുഖം ഇത് തേച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇതൊക്കെ ചെയ്യാൻ. ഹിന്ദിയിലാണ് ഇതിന് പുറകിൽ പതഞ്ജലി എഴുതിയിട്ടുണ്ട്. ഇത് 100% ഓഫറുള്ള ഒരു പതഞ്ജലിയാണ്. ഇത് ഞാൻ വാങ്ങിയിട്ടുള്ളത് പുതിയ ഒരു മാവി സ്റ്റോറിൻ്റെ അവിടെ നിന്നാണ് ഞാനിത് വാങ്ങിയിട്ടുള്ളത്. എല്ലാവരും ട്രൈ ചെയ്തു. അടിപൊളി സാധനമാണ്. അപ്പം ഇത് ഒന്നാമത്തെ ഹെയറിൻ്റെ. പിന്നെ ഇതാണ് വെൽസിൻ്റെ ഒരു അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ. ഇത് ഹെയറിൻ്റെ ഓയിലി പ്രൊഡക്റ്റാണ്. ഇത് നല്ല അടിപൊളിയാണ്. 3% ഓഫറിലേക്ക് കിട്ടിയതാണ്. പിന്നെ ഇനി മേക്കപ്പ് ഐറ്റംസ്. അതിന് ഹെയറിൻ്റെ ഒരു 2 ബാൻഡും കൂടിയുണ്ട്. ഇത് നമ്മുടെ മേക്കപ്പ് പ്രോഡക്റ്റ്സ് ആണ്. എല്ലാവർക്കും ഉള്ളത് തന്നെയൊക്കെ ഉള്ളൂ. എനിക്ക് കോംപാക്ക്, ബ്രഷ്, ഫൗണ്ടേഷൻ ഡാസ്ലറിൻ്റെ, ലിപ്സ്റ്റിക്കും അതും ഡാസ്ലറിൻ്റെയാണ്. ഇത് സ്ട്രൈറ്റിൻ്റെ ക്രാപ്പ് ഫേഷ്യൽ ഇൻസൻസി പാക്കിൻ്റെ ഒരു മോയ്സ്ചറൈസർ പോലത്തെ ഒരു ഫൗണ്ടേഷൻ, ബ്ലാക്ക് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് വൈറ്റ് ഫൗണ്ടേഷൻ ഇട്ടത്. പിന്നെ ലിപ്സ്റ്റിക്ക് പിന്നെ ചിന്നിൽ ചെയ്യുന്നത് കഴിഞ്ഞിട്ടുള്ളതാണ്. പിന്നെ ഐലൈനർ. ഇത്രയും വെച്ചിട്ട് പിന്നെ ഐലൈനർ ഞാൻ ഹൈപ്പർ എഴുതുന്നത് ഈ ഒരു കളേഴ്സാണ്. ഇത്രയാണ് നമ്മുടെ സംഭവം. ഫസ്റ്റ് ഞാൻ എൻ്റെ മേക്കപ്പ് കടക്കുന്നതിന് മുന്നേ ഞാൻ എൻ്റെ ഹെയറിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തത്. നമുക്ക് ഹെയർ കെട്ടും. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഹെയർ 2 സൈഡിൽ നമ്മൾ പിന്നെ കെട്ടാനാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ എനിക്ക് 2 സൈഡിലോട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളുടെ ബ്രഷ് വെച്ച് കുറച്ച് കോമ്പാക്ട് വെച്ചിട്ട് നല്ല സ്റ്റിക്ക് ചെയ്ത് നമ്മൾ ഈ ഹെയർ നമ്മുടെ ഫസ്റ്റ് ആൾട്ടർനേറ്റ് ഓയിൽ യൂസ് ചെയ്യുന്നത്. ഇത് ഒരു 5 ഡ്രോപ്പ്, അതിൽ കൂടുതൽ പോകാൻ പാടില്ല. 5 ഡ്രോപ്പ് മാത്രം യൂസ് ചെയ്യുള്ളൂ. 1 2 3 4 സെറോ എടുത്തിട്ട് ഇതാണ് നമ്മുടെ സെറോ. അതാണ് അതേ സെറോ ഒരു 5 ഡ്രോപ്പ് നമ്മൾ കണ്ടീഷണർ യൂസ് ചെയ്യണം.
ആയിട്ട് കാണാം. ഹെയർ സൈഡിലേക്ക് പോകാം. നമ്മൾ പിന്നാണ് ചെയ്യുന്നത്. പറ്റില്ല. ഞാനതിന് മുന്നേ പോയി കണ്ടതാണ്. എന്നാലും ഇങ്ങനെ കാണാതെ വെച്ചിട്ട് ഇപ്പം യൂസ് ചെയ്യും. ചിറ്റപ്പം ഇവിടെ വെച്ച് കാണിച്ചു തരാം. ചെയ്ത് അത് വലിയ ഒരു കേൾക്കുന്നുണ്ടാവും. നമ്മൾ ആ ക്ലിപ്പ് ഒന്നായി ചെയ്ത് സെറ്റായി കൊടുക്കും. നൈസായിട്ട് പിടിച്ചിട്ട് ഇങ്ങനെ വെച്ച് ആയിട്ട് കിടക്കുന്നുണ്ട്. സപ്ലൈ റിബൺ കൊടുത്തിട്ടുണ്ട്. ഹെയർ സ്റ്റൈൽ അടിപൊളിയാണ്. ഇത് മേക്കപ്പിലേക്ക് കടക്കാം. നമ്മൾ ഫസ്റ്റ് തന്നെ കാർബൻ്റെ ഒരു മേക്കപ്പ് ഓയിൽ നമ്മൾ യൂസ് ചെയ്ത് മോയ്സ്ചറൈസറാണ്. മോയ്സ്ചറൈസർ യൂസ് ചെയ്ത് കഴിഞ്ഞു. ഇതെനിക്ക് സ്റ്റാർട്ടിങ്ങിൽ പൊന്തിച്ചു. നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മളുടെ ട്രാബിൾ ലൈറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്.
ജസ്റ്റ് ആ പാട്ട് വന്നപ്പോൾ നമ്മൾ ആ കാർബൺ ഓയിൽ യൂസ് ചെയ്ത് മോയ്സ്ചറൈസർ യൂസ് ചെയ്തിട്ടാണ് മിക്സ് ആവുന്നത്. നമ്മൾ ക്ലീനിൻ്റെ അതേ തന്നെ സ്ക്രൈബ് യൂസ് ചെയ്യുന്നുണ്ട്. ടൈം ഇപ്പം 8:30 ആയിട്ടുണ്ട്. നല്ലോണം ഹൈബ്രോ ഫില്ല് ചെയ്യാം. ഹൈബ്രോ ഫില്ല് ചെയ്യണം. ഐലൈനർ എടുത്ത് ഇത് വെച്ച് ഒന്ന് ബ്ലഷ് ചെയ്യുന്നുണ്ട്. ഹൈബ്രോ ഫില്ല് ചെയ്ത് കുറച്ച് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ബ്ലഷ് വെച്ച് ബ്ലഷ് ചെയ്യുക. യൂസ് ചെയ്യാം. ലൈറ്റ് ഇച്ചിരി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം തുടച്ച് കളയാൻ കേട്ടോ. നമ്മളുടെ ഫുൾ ലുക്ക് കാണാം. യെസ്, ഇതാണ് നമ്മളുടെ ഫൈനൽ ലുക്ക്. അപ്പം എന്നെ പോലെ ഒരാളെ കണ്ണാടി കാണിച്ചു. അവളും നമ്മുടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഒരുപോലത്തെ ഡ്രസ്സാണ്. അതുപോലെ
ഇപ്പോൾ ഒരു കാര്യം പറയാം. ഞാൻ പറയുന്നോട്ട് അവൾ പറയത്തുള്ളൂ, അവൾ പറയുന്നോട്ട് ഞാൻ പറയത്തുള്ളൂ, അങ്ങനെയാണ് കേട്ടോ. അതുകൊണ്ട് ഒരേ ഫോണാണ്, ഒരേ മെഹന്തി ഡിസൈനാണ് എല്ലാവരും. പാട്ട് പാടാം എല്ലാവരും.